നമസ്കാരം. ഇന്ന് നമുക്ക് ലോകപ്രസിദ്ധമായ ടവർ ഓഫ് പീസയുടെ ചരിത്രത്തിലേക്ക് ഒരു ചെറുയാത്ര നടത്താം. ഇറ്റലിയിലെ ടസ്കനി സംസ്ഥാനത്തിലെ പീസ നഗരത്തിലാണ് ഈ ടവർ ഉള്ളത്. ഇതിന്റെ പേര് ടോറെ പെൻഡന്റ് ഡി പീസ എന്നാണ്, അഥവാ ചെരിയുന്ന പീസ ടവർ. 1173 ഈ ടവറിന്റെ നിർമ്മാണം ആരംഭിച്ചു. ടവറിന്റെ അടിത്തറ തണുത്ത മണ്ണിലാണ് നിർമ്മിച്ചതെന്ന് പിന്നീട് മനസ്സിലായി. അതുകൊണ്ടുതന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ടവർ ചെരിയാൻ തുടങ്ങി. നിർമ്മാണം വിവിധ കാലഘട്ടങ്ങളിൽ 4 തവണത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നു, യുദ്ധങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കാരണം. ഇങ്ങനെ ടവറിന്റെ പൂർണ്ണ നിർമ്മാണം 199 വർഷങ്ങൾക്ക് ശേഷം 1372 മാത്രമാണ് പൂർത്തിയായത്. ടവറിന് ആകെ 8 നിലകളുണ്ട്. 6 ബേൽ ടവർ പോലെ കത്തോലിക്ക പള്ളി ശൈലിയിലാണ്. അതിന്റെ ആകെ ഉയരം ഏകദേശം 56 മീറ്ററാണ്. ഇപ്പോഴും ടവർ ഏകദേശം 4 ഡിഗ്രി ചെരിഞ്ഞിരിക്കുകയാണ്. പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഗാലിലിയോ ഗാലിലൈ വിവിധ ഭാരം ഉള്ള വസ്തുക്കൾ ഒരേ സമയം താഴെ വീഴും എന്ന ആകർഷണബല സിദ്ധാന്തം പരിശോധിക്കാൻ ഈ ടവറിൽ നിന്ന് വസ്തുക്കൾ താഴെ ഇടിച്ചതായാണ് വിശ്വാസം. 20 നൂറ്റാണ്ടിൽ ടവറിന്റെ ചെരിവ് ആശങ്കയാകയാൽ നിരവധി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടന്നു. 2001 വലിയ പരിശ്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ ടവറിന്റെ ചെരിവ് കുറയ്ക്കുകയും വീണ്ടും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇന്ന് ടവർ ഓഫ് പീസ് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ആർക്കിടെക്ചർ അത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു, ചെരിഞ്ഞിട്ടും നിലകൊള്ളുന്നു.